അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ. പടച്ചവനെ അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ. അല്ലാഹ് എല്ലാ മേഖലകളിലും നീ അനുഗ്രഹങ്ങൾ നൽകണേ. പടച്ചവനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ചെറിയ ചെറിയ സൂറത്തുകൾ വലിയ വലിയ പ്രതിഫലങ്ങളാണുള്ളത്. വലിയ വലിയ ഒരുപാട് അനുഗ്രഹങ്ങൾ നിറവുള്ള സൂറത്തുകളാണ് എൻ്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത് ചെറിയ സൂറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറിപ്പോകാതെ എത്രത്തോളം നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുമോ മഹാന്മാരായ പണ്ഡിതന്മാർ ആ സൂറത്തിന്റെ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വലിയ വലിയ അനുഗ്രഹങ്ങളാണ് ആ സൂറത്തിന്റെയൊക്കെ പിന്നിൽ ഇരിക്കുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന സൂറത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണീര് തുടച്ചുകൊണ്ട് ഇറങ്ങിയ സൂറത്താണ്. ഏത് പ്രതിസന്ധികൾ മാറിക്കിട്ടാനും മനപ്രയാസങ്ങൾ മാറിക്കിട്ടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബത്തിനോട് ഓതാൻ നിർദ്ദേശിച്ച ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എത്രമാത്രം മഹത്വമുണ്ടെന്ന് ഈ ചെറിയ സൂറത്ത് ഓതിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന രണ്ട് മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ രണ്ട് മാർഗങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ഈ സൂറത്ത് ഓതിയാൽ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ സങ്കടങ്ങളാണ്, അതോർത്ത് ടെൻഷൻ ആവർത്തിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മളെ മനസ്സിന് സമാധാനം നൽകാൻ, എല്ലാ ബുദ്ധിമുട്ടും പ്രയാസവും നീക്കാൻ ഈ സൂറത്ത് കൊണ്ട് സാധിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്ത് ഓതുന്നവനെ ഒരാൾക്കും ഒരു തരത്തിലും ഉപദ്രവിക്കാൻ കഴിയുകയില്ല. ഒരു മനുഷ്യന്റെ സന്തോഷവും വളർച്ചയും കണ്ട് അസൂയപ്പെടുന്ന അസൂയാലുക്കളിൽ നിന്നും ചതിയന്മാരിൽ നിന്നുമെല്ലാം ഈ സൂറത്ത് രക്ഷ നൽകും. നമ്മുടെ രോഗങ്ങൾ മാറും. സിഹറിൽ നിന്നും ശൈത്താനിൽ നിന്നുമെല്ലാം രക്ഷ കിട്ടും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി സമ്പത്ത് കൈവരും. ഈ ചെറിയ സൂറത്താണ് എല്ലാവർക്കും അറിയാവുന്ന സൂറത്ത്. സൂറത്തുൽ ദുഹാ വളരെ ചെറിയ സൂറത്താണ്. ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഓതി തീർക്കാവുന്ന ഒരു സൂറത്ത്. അപ്പൊ അല്ലാഹുവിനോട് നമ്മൾ ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ മനസ്സിലുള്ളത് ആ ആഗ്രഹങ്ങൾ പറയണം. നിങ്ങൾ ആഗ്രഹങ്ങൾ നിറവേറാൻ ഈ സൂറത്ത് ഓതേണ്ട ഒന്നാമത്തെ മാർഗം ഞാൻ പറഞ്ഞു തരാം. ഒന്ന് ദുഹാ നമസ്കാര ശേഷം 7 വട്ടം ദുഹാ സൂറത്ത് ഓതി എന്നിട്ട് എന്താണ് നിങ്ങളുടെ ആഗ്രഹം അത് അല്ലാഹുവിനോട് മനസ്സുരുകി പറയുക. 7 ദിവസം തുടർച്ചയായി നിങ്ങൾ ചെയ്യുക. ദുഹാ നമസ്കരിക്കുക. ദുഹാ നമസ്കരിച്ചതിന് ശേഷം 7 വട്ടം ദുഹാ സൂറത്ത് നമ്മൾ ഓതുക. ഓതിയതിനു ശേഷം നമ്മുടെ ആഗ്രഹം എന്താണോ ഖാലിഖായ റബ്ബിനോട് നമ്മൾ ചോദിക്കുക. ഭവനമില്ലാത്തവരാണെങ്കിൽ അല്ലാഹുവിനോട് ഭവനത്തെ ചോദിക്കുക. സാലിഹായ ഇണകളെ കിട്ടാനാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. അതുപോലെ തന്നെ രോഗങ്ങളുള്ളവർ അല്ലാഹുവിനോട് ചോദിക്കുക. എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക. അങ്ങനെ എത്ര ദിവസം ഓതണം? 7 ദിവസം ഓതണം. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്. ഇനി രണ്ടാമത്തെ രീതി ഞാൻ പറഞ്ഞു തരാം. ഈ രണ്ടാമത്തെ രീതിയിൽ നിങ്ങൾ നോക്കിയാൽ അല്ലാഹു നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾ ഓതിയാൽ അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. കടങ്ങളൊക്കെ വീഴാനൊരു കാരണമാകും. പരസ്പരം വീട്ടിലുള്ളവർ നല്ല ഐക്യത്തോടെ സ്നേഹത്തോടെ ഉത്തരവാദിത്വ ബോധമുള്ളവരാകാനും ഈ രീതിയിൽ സൂറത്ത് ഓതിയാൽ മതി. വീട്ടിലുള്ളവരുടെ മോശമായ സ്വഭാവങ്ങൾ മാറിക്കിട്ടും. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും. ശമ്പളത്തിൽ വർധന ഉണ്ടാവും. മഗ്രിബ് എങ്ങനെയാണ് ഓതേണ്ടത്? മഗ്രിബ് നമസ്കാര ശേഷം ഒരേ ഇരിപ്പിലിരുന്ന് 11 വട്ടം ഓതി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഇങ്ങനെ കുറച്ച് ദിവസം ഓതിയാൽ വലിയ മാറ്റങ്ങൾ കാണാം. അപ്പൊ രണ്ടാമത്തെ രീതി വളരെയധികം ഫലവത്തായ ഒരു രീതിയാണ്. മഗ്രിബ് നമസ്കാര ശേഷം ഒരേ ഇരിപ്പിലിരുന്ന് 11 വട്ടം ഓതി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. 11 വട്ടം നമ്മൾ ഓതി ദുആ ചെയ്യുക. ഏത് നമസ്കാര ശേഷമാണ്? മഗ്രിബ് നമസ്കാര ശേഷം. ഇങ്ങനെ കുറച്ച് ദിവസം നിങ്ങൾ ഓതി വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കാണാം. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ അമാനുഷികതയാണ്. അപ്പൊ ഈ സമയങ്ങളിൽ നിങ്ങൾ സിനിമയും സീരിയലും കണ്ട സമയങ്ങളിൽ ഈ സൂറത്തുകളൊക്കെ നിങ്ങൾ ഇങ്ങനെ ഓതി നോക്ക്. അല്ലാഹു അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. വെറുതെ വീട്ടിലിരിക്കല്ലേ. അപ്പൊ അത് ചെയ്തു നോക്കി. നിങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരുന്നതാണ്.
അപ്പൊ ഈ സൂറത്തുൽ ദുഹ ഇറങ്ങിയ സന്ദർഭം എങ്ങനെയാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീ കിട്ടാതെ റസൂലുള്ളാഹി തങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസം റസൂലുള്ളാഹിലേക്ക് ജിബ്രീൽ വന്നില്ല. വഹീ കിട്ടാതെ നബി തങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ ഇരിക്കുന്ന സമയത്ത് ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ദുഹ. ആ സമയത്ത് സൂറത്തുൽ ദുഹ ഇറങ്ങുകയാണ്. ദുഹ സമയത്ത് തന്നെയാണ് സത്യം. നബിയെ, നിങ്ങളെ അല്ലാഹു കൈവിട്ടിട്ടില്ല, നിങ്ങളെ അല്ലാഹു ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. അല്ലാഹുവിന്റെ റസൂലിന് വലിയ സാന്ത്വനത്തിന്റെ ആശ്വാസത്തിന്റെ വാക്കുകളുമായി ഇറങ്ങിയ സൂറത്താണിത്. സഹോദരങ്ങളെ, ഇത് റസൂലുള്ളാഹിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു സൂറത്താണ്. അവ നമ്മൾ ഒരു വിഷമത്തിൽ കൊടുക്കുമ്പോൾ, ഒരു പ്രയാസത്തിൽ കൊടുക്കുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ഈ സൂറത്ത് ഓതിയാൽ അല്ലാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ പടച്ചവൻ മാറ്റിത്തരുന്നതാണ്. അതുകൊണ്ട് ഈ സൂറത്ത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഓതി നോക്ക്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, എളുപ്പത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ അല്ലാഹു നടത്തി തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന മാർഗങ്ങൾ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. സമ്പത്തിന്റെ വഴികൾ എല്ലാം അടഞ്ഞുപോയി. വല്ലാത്ത ടെൻഷനാണ്. എങ്കിൽ എല്ലാ ഫർദ് നമസ്കാര ശേഷവും അതിനുശേഷവും 17 വട്ടം സൂറത്തുൽ ദുഹ പാരായണം ചെയ്യുക. ഇങ്ങനെ പതിവാക്കി വന്നാൽ 11 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് അദ്ഭുത മാറ്റങ്ങൾ ജീവിതത്തിൽ കണ്ടു തുടങ്ങുന്നതാണ്. എന്നാലും നിങ്ങൾ നിർത്തരുത്. പിന്നെയും മഹാന്മാര് പറഞ്ഞതുപോലെ നിങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ചിലർക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. മുന്നിലോട്ടുള്ള മാർഗങ്ങൾ ഒരുപാട് അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് എല്ലാ നമസ്കാര ശേഷവും 17 വട്ടം ഈ സൂറത്തുൽ ദുഹ നിങ്ങൾ പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരുന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. അങ്ങനെ നമസ്കാര ശേഷം നിങ്ങൾ 17 വട്ടം ഓതുന്നത് ഒരു ദിവസമല്ല, അങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ 11 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് അത്ഭുത മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ 5 വക്ത് നമസ്കാര ശേഷം 17 വട്ടം സൂറത്തുൽ ദുഹ ഓതിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എന്ത് ആവശ്യത്തിനാണ് ആ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഓതി നോക്കൂ. അല്ലാഹു നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരുന്നത്. ഇനി ഒരാൾക്ക് കടയുള്ള സാധനങ്ങൾ വിട്ടുപോകുന്നില്ല. ഇത് മറ്റൊരു രീതിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇനി ഒരാൾക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടയുണ്ട്, അദ്ദേഹത്തിന് സാധനങ്ങൾ വിട്ടുപോകുന്നില്ല. അപ്പൊ നമുക്കൊരു കടയുണ്ട്, തീരെ കച്ചവടം നടക്കുന്നില്ല, വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ സൂറത്തുൽ ദുഹ കൊണ്ട് നമുക്ക് ചികിത്സ തേടാൻ എങ്ങനെയാണ്? സുബഹി നമസ്കാരം കഴിഞ്ഞ് അതിന്റെ ദിക്റുകളും ദുആകളും കഴിഞ്ഞതിന് ശേഷം 40 പ്രാവശ്യം ബിസ്മിയോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മിയോടുകൂടി 40 പ്രാവശ്യം നമ്മൾ ഓതുന്ന സൂറത്തുൽ ദുഹ ഓതുമ്പോൾ ബിസ്മിയോടുകൂടി തന്നെ നമ്മൾ ഓതണം. അപ്പൊ ഓരോ പ്രാവശ്യം ഓതി കഴിയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഊതിയിട്ട് 40 പ്രാവശ്യം നമ്മൾ ഓതണം. അപ്പൊ 40 പ്രാവശ്യം ഇസ്മി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസിന്റെ വെള്ളത്തിലേക്ക് ഊതണം. എന്നിട്ട് ഈ ഗ്ലാസിന്റെ വെള്ളം കൊണ്ട് നമ്മളെ കടയിലുള്ള സാധനങ്ങളുടെ മേലെല്ലാം നമ്മൾ കുടയുക. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു വലിയ വിജയത്തിന്റെ സാധനങ്ങൾ വിട്ടുപോകാൻ അതൊരു കാരണമാകുന്നതാണ്. അവ സാധനങ്ങൾ വിട്ടുപോകാത്ത സമയങ്ങളിലൊക്കെ നിങ്ങൾ ഇത് ചെയ്യുക. അല്ലാഹു ഇതിന്റെ ലാഭത്തിനായ പടച്ചവനെ സൂറത്തുൽ ദുഹ കൊണ്ട് നിങ്ങൾ ചികിത്സ തേടുക. അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് നിങ്ങൾ ചികിത്സ തേടിയാൽ പടച്ചവൻ വലിയ ബർക്കത്ത് അല്ലാഹു ചെയ്യുന്നതാണ്. സാധനങ്ങൾ വിട്ടുപോകാൻ ഒരു കാരണമാകുന്നതാണ്. അപ്പൊ നമ്മുടെ കടയിൽ ഒരു സാധനം വിൽക്കാതിരിക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരനെ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കുക. എങ്ങനെയാണ് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. 40 വട്ടം ബിസ്മിയോടുകൂടി 40 പ്രാവശ്യം നമ്മുടെ സൂറത്തുൽ ദുഹ ഓതുമ്പോഴും 40 പ്രാവശ്യം ബിസ്മിയോടുകൂടി തന്നെ ഓതണം. ഓരോ പ്രാവശ്യം ഓതി തീരുമ്പോഴും ഈ എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ് ഇസ്മി എന്ന് പറഞ്ഞ് ഓതുക. ഊതിയതിനു ശേഷം 40 വട്ടം നമ്മൾ 40 പ്രാവശ്യം ഓതുക. ഊതിയതിനു ശേഷം ഈ വെള്ളം കൊണ്ടുപോയി നമ്മുടെ കടയിൽ സാധനങ്ങൾ മുകളിൽ തളിക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നതാണ്, അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. പടച്ചവനെ, ഞങ്ങളെ കടകളിലെല്ലാം നീ കച്ചവടം നൽകണേ. അല്ലാഹുവേ, ഞങ്ങളോട് കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ടല്ല ഹലാലായ ഉദ്ദേശങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ. അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസുകൾ മുഴുവൻ നീ ബർക്കത്ത് ചെയ്യണേ. അല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ.
പടച്ചവനെ ഖാലിഖായ റഹ്മാനെ, ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആനുകളും അദ്കാറുകളും സലവാത്തുകളെല്ലാം ഞങ്ങൾ ഇരുലോക വിജയങ്ങളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹു. അവകളെ കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ ശിവയാക്കണേ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ പടച്ചവനെ, ഇതിന്റെ എല്ലാവിധ തവാബ് ഞങ്ങൾ നിന്ന് മരണപ്പെട്ടുപോടെ ഖബറുകളിൽ എത്തിക്കണേ അവിടെ ഖബറിടങ്ങൾ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും അല്ലാഹുവേ സകലത്തിനെയും നീ കാക്കണേ റഹ്മാനെ. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ, ഒരുപാട് പേര് ഞങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. അവിടെ എല്ലാ ഹലാലായ മുറാദുകളും നീയാണ് റബ്ബേ അറിയുന്നവൻ, നീ സാധിപ്പിച്ചു കൊടുക്കണേ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ, അവർ ഏതൊരു ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അതിലൊരാളെയും നീ നിരാശപ്പെടുത്തല്ലേ അതിൽ രോഗികളുണ്ട് റഹ്മാനെ, നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ട് വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ. അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലുമുള്ളവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവിടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. ഞങ്ങൾ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം ശിഫയാക്കണേ മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവകളെല്ലാം നീ ശിഫയാക്കണേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞങ്ങൾ ചെല്ലുന്ന സലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാകാൻ ഒരു കാരണമാക്കണേ ആഫിയത്തുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്ക് നൽകണേ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഞങ്ങളെ മജ്‌ലിസുകളിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ റഹ്മാനായ റബ്ബേ, ഈ ഭൂമിയിൽ നീ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ തന്ന ശരീരത്തിൽ ബർക്കത്ത് ചൊരിയണേ തന്ന സന്താനങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് അല്ലാഹുവേ, അവർക്കെല്ലാം സാലിഹായ സന്താനങ്ങൾ നൽകണേ സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ പടച്ചവനെ ഖാലിഖായ റബ്ബേ, കരുണയുള്ള റഹ്മാനേ, ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അവരുടെ എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി നൽകണേ അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ, അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ നീ അവർക്ക് ഭാഗ്യം നൽകണേ അപകടങ്ങളിൽ നിന്ന് അവരെ കാക്കണേ പഠിച്ചവനെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ പഠിച്ചവനെ, ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ റബ്ബേ. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണം അല്ലാഹുവേ. പഠിച്ചവരെ, ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ ഉള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ ദുനിയാവും ആഖിറവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.